നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് കൊടും ചൂട് മൂലം സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. കൂടാതെ സംസ്ഥാനത്ത് കള്ളക്കടൽ മുന്നറിയിപ്പ് നിലനിൽക്കുന്നു. ഭൂമധ്യരേഖയോട് ചേർന്ന് കിടക്കുന്ന കേരളം ഉൾപ്പെടെ ദക്ഷിണേന്ത്യ ഇപ്പോൾ ഉഷ്ണബൾബ് പ്രദേശമാണെന്നാണ് വിലയിരുത്തൽ. എന്നാൽ ശരിക്കും ഇങ്ങനെ ഒരു പ്രതിഭാസം ഇല്ല. ഉത്തരേന്ത്യൻ മേഖലയാകെ ഉഷ്ണതരംഗം ഉൾപ്പെടെയുള്ള കൊടും ചൂടിന്റെ പിടിയിലായിട്ടും കേരളത്തിലേക്ക് അത് എത്തപ്പെടാതെ പൊതിഞ്ഞു സംരക്ഷിക്കുകയാണ് വേനൽമഴ. എന്നാൽ കാലാവസ്ഥാ മാറ്റം മൂലമുള്ള ആഗോള താപനത്തിന്റെ ഫലമായി ചൂട് ഓരോ വർഷവും ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വരുന്ന മറ്റൊരു വാർത്ത കേരളത്തിലെ പ്രകൃതിയെയും അതിന്റെ മനോഹാരിതയും ഉയർന്ന താപനില പ്രത്യക്ഷത്തിൽ തന്നെ ബാധിച്ചു എന്നതാണ്. മനോഹരമായ കാഴ്ചകൾ പലതും ചൂട് മൂലം ഇല്ലാതാവുകയാണ്. ഇതിന് ഉദാഹരണമാണ് പ്രകൃതി സൗന്ദര്യത്തിന്റെ കാഴ്ചയായി ഏവരെയും ആകർഷിച്ചിരുന്ന കൂടൽ രാജഗിരി വെള്ളച്ചാട്ടം കടുത്ത വേനൽ ചൂടിൽ പൂർണ്ണമായും നിലച്ചത്. ഇത് സഞ്ചാരികളെയും പ്രകൃതി സ്നേഹികളെയും നിരാശരാക്കുന്നു. കൂടൽ ജംഗ്ഷനിൽ നിന്ന് രാജഗിരി റോഡിൽ 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ എത്തുന്ന പുന്നമൂട് വാർഡിൽ സ്ഥിതി ചെയ്യുന്ന രാജഗിരി വെള്ളച്ചാട്ടം കോളേജ് വിദ്യാർത്ഥികളുടെയും ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവരുടെയും പ്രിയ ഇടമായിരുന്നു. വെള്ളച്ചാട്ടത്തിന് ചുറ്റും പടർന്നു കിടക്കുന്ന കാട്ടുവള്ളികളും വനത്തിന്റെ തണുപ്പും തരുന്ന മരങ്ങളും നിറഞ്ഞ ഇവിടം വെള്ളച്ചാട്ടം നിലച്ചതോടെ ആർക്കും വേണ്ടാത്ത ഇടമായി മാറി. പാറക്കെട്ടുകളിൽ പ്രവഹിച്ചിരുന്ന ജലഗണങ്ങൾ ഇപ്പോൾ ഇവിടെയില്ല. പാറകൾക്കിടയിൽ നിന്നും ഊറി വരുന്ന നേർത്ത നീർച്ചാൽ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. കള്ളിപ്പാറയിൽ നിന്നും ഉദ്ഭവിച്ച് പത്തനാപുരത്ത് കല്ലടയാറ്റിൽ ചേരുന്ന രാജഗിരി തോട്ടിലാണ് ഈ വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നത്. എരപ്പൻകുഴി വെള്ളച്ചാട്ടമെന്നും ഇത് അറിയപ്പെട്ടിരുന്നു. വ്ളോഗർമാരുടെയും വിവാഹ ആൽബങ്ങൾ ചിത്രീകരിക്കുന്നവരുടെയും ഇഷ്ടകേന്ദ്രമായിരുന്നു രാജഗിരി വെള്ളച്ചാട്ടം. കോന്നിയുടെ വിനോദസഞ്ചാര ഭൂപടത്തിൽ കൃത്യമായ സ്ഥാനം ഇതിനോടകം രേഖപ്പെടുത്തിയ രാജഗിരി വെള്ളച്ചാട്ടം പഴയ നിലയിലേക്ക് മടങ്ങിയെത്തുന്നത് കാണാൻ മഴക്കാലം കാത്തിരിക്കുകയാണ് സഞ്ചാരികൾ. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.